ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ ഇവിടെ ഒരു ആൻറ്റി വന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് എന്താ പറയുന്നത്, ആൻറ്റി പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ പറയുക കേട്ടോ. നമ്മൾ ഈ ലോകത്ത് കുറച്ച് നാളേ ജീവിക്കത്തുള്ളൂ. ആ കുറച്ച് നാൾ ജീവിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം കേട്ടോ. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായി. ശരി, അങ്ങനെ പറഞ്ഞ കറക്റ്റാട്ടോ. നമ്മളെപ്പോഴും ആലോചിക്കാതെ നടക്കുന്ന കുറേ കാശുണ്ടാക്കണം, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് പോകാറായപ്പോഴാണ് ഈ ഒരു ഡയലോഗ് പറഞ്ഞത്, സെൻറ്റൻസ് ഒക്കെ പറഞ്ഞത്. ഇത് ഡയലോഗ് ഒന്നുമല്ല, ഇതൊക്കെ റിയാലിറ്റി ആട്ടോ. ചിലപ്പം നമ്മളെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ആൻറ്റി വന്ന ബെഡ്ഷീറ്റ്, ഞാൻ ഇന്ന് ഇതിൻ്റെ അടി വിരിച്ച ബെഡ്ഷീറ്റ് എല്ലാം വേറെ ബെഡ്ഷീറ്റ് ആട്ടോ. അപ്പോൾ ആൻറ്റി വന്നത് നമ്മുടെ മത്തങ്ങ ബെഡ്ഷീറ്റ് വാങ്ങിക്കാനാണേ. അപ്പോൾ മത്തങ്ങ ബെഡ്ഷീറ്റ് ആൻറ്റിക്കും ആൻറ്റിയുടെ 75 years ഉള്ള സിസ്റ്ററിന് വേണ്ടിയാണ് മേടിച്ചത്. അപ്പോൾ ആൻറ്റി മത്തങ്ങ ഒരെണ്ണം മതിയോ, വേറെ ബെഡ്ഷീറ്റ് എടുക്കട്ടെ? ഇല്ല, ഇതിനകത്ത് ഞാനൊന്ന് കിടന്ന് നോക്കട്ടെ, ഇതിനകത്ത് കിടന്ന മത്തങ്ങയിൽ കിടന്ന ഞാൻ ഉരുണ്ട് വീഴുവോ ഇല്ലയോ എന്നൊന്ന് നോക്കാനാണ്. നോക്കിക്ക്. അപ്പോൾ ഒന്ന് നോക്കിയാൽ ആൻറ്റിക്ക് എത്ര എന്താ പറയുക, ഹ്യൂമർ, നല്ല നല്ല ചിരിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നത്. ഫുൾ ചിരിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു കേട്ടോ. ആൻറ്റി എറണാകുളത്ത് തന്നെയാണ് വന്നത് കേട്ടോ, ഇവിടെ തൊട്ടടുത്തുള്ള. പക്ഷെ അറിയത്തേ ഇല്ലായിരുന്നു കേട്ടോ. നല്ല രസമായിട്ടുള്ള നല്ലൊരു ആൻറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, എന്നാൽ ഇന്ന് ഒന്നുകൂടെ ഞാൻ മത്തങ്ങ കാണിച്ചേക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു മത്തങ്ങ ചെറിയ മത്തങ്ങയാണ്, വലിയ മത്തങ്ങ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഉണ്ടല്ലോ, ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് ഇനി ഉള്ളു കേട്ടോ. ഇപ്പോൾ ഓണം അങ്ങോട്ട് വരുമ്പോഴത്തേനും ഇനി ഓണത്തിന് മത്തങ്ങ ഇല്ലാതെ എന്താ പറയുന്നത്, മത്തങ്ങ ഇല്ലാതെ വേണ്ടാന്നുള്ള ഇതിലാണ് ആൻറ്റി വന്നത് കേട്ടോ. അതിൽ കിടന്നു നോക്കട്ടെ ഞാൻ ഉരുണ്ട് വീഴോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചോ കേട്ടോ. നല്ല രസമാട്ടോ ഇങ്ങനെയൊക്കെ ആക്ച്വലി പറയുമ്പോഴില്ലേ, നമുക്കിങ്ങനെ ഓരോ നല്ല എന്തൊക്കെയോ ഒരു ഫീൽ തോന്നുന്നില്ലേ? അതങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മുടെ മത്തങ്ങ ബെഡ്ഷീറ്റ് മാഗ്നിസ്കേപ്സിൽ 695 രൂപ പ്ലസ് ഷിപ്പിങ്ങിൽ ക്യൂൺ സൈസിൽ എപ്പോഴത്തെ പോലെ അവൈലബിൾ ആണ്. ഇന്നാണെങ്കിൽ സൗണ്ടേ ഇല്ല, എന്നിട്ടും അലട്ടുവാണേ. ഇതുണ്ട്, നല്ല രസമായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ കാണിക്കാൻ വെച്ചിരുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് സെറ്റ് ഓഫ് 2 ആയിട്ടുള്ള വാഷ് ബേസിൻ്റെ സൈഡിലിടാനോ കിച്ചൺ ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റി ടവൽസ് ആണ് കേട്ടോ. 2 ടവൽ ഇതിനകത്ത് ഉണ്ടാവും. നല്ല സൈസും വലുതായിരിക്കും, നല്ല ക്വാളിറ്റിയാണ്. വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കത്തില്ല. എനിക്ക് അത്രയും അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പം നമ്മളോടുള്ള സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടൊക്കെയല്ലേ ഇതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് മാഗ്നിസ്കേപ്സ് എന്ത് സാധനം തരുന്നോ അത് ഞാൻ കറക്റ്റായിട്ട് പറയും. ഡെസ്പാച്ചിൻ്റെ കാര്യം നമ്മൾ കറക്റ്റായിട്ട് പറയും കേട്ടോ. ഇനി ഞാൻ അത് വേണ്ട, ഇപ്പം ഞാൻ വിരിച്ചെടുത്ത ഷീറ്റിന് അടി വേറെ ഷീറ്റുകളാട്ടോ. ഇന്ന് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് അതാണ് ഞാൻ തുടങ്ങാൻ പോയത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഓറഞ്ച് കളർ കേട്ടോ. നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ നന്നായി ശ്രദ്ധിക്കണമെന്നും കൂടി ആൻറ്റി പറയുകയും ചെയ്തു കേട്ടോ. അതൊക്കെ നല്ല കാര്യം കേട്ടോ. നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ട് പോയത്. അങ്ങനെ ഓരോ ആൾക്കാർ വരുമ്പോഴില്ലേ നമുക്ക് വളരെ സന്തോഷമാണ്. ബെഡ്ഷീറ്റിൽ ഒരു സന്തോഷം വേറെ. എന്നാലും ചില ആൾക്കാർ നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. വിരിച്ചാൽ നല്ല രസമുണ്ട് കാണാനൊക്കെ പറയുമ്പോൾ നല്ല രസമില്ലേ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുള്ളൂ കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് ഇത്. നമുക്ക് ഫംഗ്ഷന് വിരിക്കാം, അല്ലാതെ വിരിക്കാം. ഇതിനകത്ത് 9 പടങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു പൂ ഉണ്ടല്ലോ, നല്ല വലിയ പൂവാട്ടോ. അതായത് 9 പൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം ഇത് നല്ല വലിയ പൂവാണ്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ ചക്ക് ചെയ്യുന്നതിൻ്റെ അവിടെയല്ല, അതിൻ്റെ കുറച്ച് അകത്തോട്ട് ഇത് കാണാൻ പാകത്തിനാണ് ഈ ലേസ് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല യെല്ലോ ആണോ എന്ന് ചോദിച്ചാൽ യെല്ലോ ആണ്, ഓറഞ്ച് ആണോ എന്ന് ഓറഞ്ച് ആണ്, പക്ഷേ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു കളറാട്ടോ. അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്നത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 rupees താഴെയാണ്. 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാണ്. ഈ ഷീറ്റ് ഭംഗിയായിട്ടുണ്ടെന്ന് എപ്പോഴും ഞാൻ പറയുന്നത് എന്നാണെന്നറിയാമോ, ഇത് എനിക്ക് എപ്പോൾ വന്നാലും ആൾക്കാർ ചോദിക്കുന്ന ഒരു ഷീറ്റ് ആയതുകൊണ്ട് മാത്രം എനിക്ക് ഭംഗിയാണെന്ന് എപ്പോഴും തോന്നേ. പക്ഷെ അല്ലെങ്കിൽ ഇത് എന്തോ ഒരു ഭംഗിയുണ്ട്. പക്ഷെ എപ്പോഴും വരുമ്പം ഈ ഒരു ബ്ലൂവിനകത്ത് ഈ ലൈൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പ്രാവശ്യത്തെ ലൈൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ എല്ലാം പറയണല്ലോ.
സൈഡ് ബോർഡർ വൈറ്റ് കളറാണ് കേട്ടോ. നല്ല ഫങ്ഷൻ ഉണ്ടെങ്കിലും ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഇനിയുള്ള ഷീറ്റ്, ഈ ഒരു ഷീറ്റിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നേ നല്ല ഭംഗിയായിട്ടുള്ളത് കണ്ടോ, നല്ലൊരു കൊക്കാണ്, കൊക്ക ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ട് പറക്കുന്ന ഒരു പക്ഷി. ഇത് കൊക്കാണേ, കൊക്ക് പറക്കുന്ന പോലെ തന്നെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് നല്ലൊരു ഫ്ലവേഴ്സ്, നല്ലൊരു എന്തോ ഒരു പ്രത്യേകതയുള്ള ഷീറ്റാട്ടോ. നമ്മൾ വിരിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കൊക്ക് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഷീറ്റാട്ടോ. നമുക്ക് ലൈഫിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കണം, നല്ല സന്തോഷത്തോടെ നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് നമുക്ക് ടെൻഷനായിരിക്കും. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ പിടിച്ചിരിക്കുമ്പോഴില്ലേ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ സന്തോഷത്തോടെ ഇരുന്നു, അതാ നല്ലത്. അല്ലാതെ ഇങ്ങനെ പിടിച്ച് ടൈറ്റായിട്ട് ആരോടും പറയാതെ മിണ്ടാതെ ഒന്നും ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇത് കേട്ടോ, നല്ല പറന്ന് നടക്കുന്ന നല്ലൊരു കൊക്ക് കേട്ടോ. ഇനി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇത് കണ്ടോ എന്നാ രസമാണെന്ന് നോക്കി. നമ്മുടെ ആൺപിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഷീറ്റാണ്. അതായത് അവർക്ക് പൂക്കളൊന്നും ചില സമയത്ത് ഇഷ്ടമല്ല, ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാട്ടോ. എന്നാലും കൂടുതൽ അവർ പറയും, ആൻറ്റി ഈ പൂക്കൾ വേണ്ട കേട്ടോ. ഇവിടെ വരുമ്പോൾ പറയുന്നത്, ആൻറ്റി ഈ പൂക്കൾ വേണ്ട കേട്ടോ. ശരിയാ, അത് ഞാനും ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പണ്ട് ഞാൻ എപ്പോഴും പൂക്കളും കായകളൊക്കെ എല്ലാം കൊണ്ടുവരാം. അപ്പോൾ ഇപ്പം ഞാൻ ലൈൻസ് ഇപ്പോൾ നല്ലതായിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ചെക്സ് അങ്ങനെയുള്ള ഇതൊക്കെ കേട്ടോ, നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ. ഇനിയുള്ളത് മത്തങ്ങ ഷീറ്റ് ആട്ടോ. ഈ മത്തങ്ങ ആയിരുന്നു ഇന്ന് കാണിക്കാൻ വെച്ചിരുന്നത്. പക്ഷെ ആൻറ്റി അങ്ങനെ ഉരുണ്ട് പോലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ മത്തങ്ങ എടുത്തിട്ടത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള മത്തങ്ങ. ഈ മത്തങ്ങ നമുക്ക് എന്താ പറയുക, ചേമ്പുണ്ട്, കൂണുണ്ട്, പൂവുണ്ട്, കായുണ്ട്, എല്ലാം ഉണ്ട്. അതായത് എന്താ പറയുന്നത്, ഹാലോവീൻ പാർട്ടിക്കും വേണമെങ്കിൽ ഈ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാം. അതാണ് ഇപ്പം എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ നല്ല ബ്രൗൺ കളറാണ്. ഇത് ജക്കാർഡിൻ്റെ മെറ്റീരിയലാട്ടോ. ഈ സൈഡ് ബോർഡർ സെൻറ്റർ പോർഷൻ തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. അപ്പോൾ അതിന് 695 രൂപയ്ക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ തരും കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇനി നമ്മളോട് റീസ്റ്റോക്ക് ചോദിച്ച ഒരു പീസാണ് ഞാൻ കാണിക്കുന്നത്. ഇതുണ്ടോ, ബ്ലൂ കളർ ഇതുപോലെ ലൈൻസ് ഉള്ളത് കേട്ടോ. ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ പ്രത്യേകം വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുവാണ്. നമുക്ക് എല്ലാവരുടെയും നമ്പർ ഓർത്തിരുന്ന് ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് എടുക്കത്തില്ല കേട്ടോ. അത് മാഗ്നസ്കേപ്സ് ഒരിക്കലും ചെയ്യത്തില്ല. അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ ചോദിക്കത്തില്ല. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക്. എൻ്റെ മനസ്സ് മുഴുവൻ ആ ആൻറ്റി, അതുകൊണ്ട് എനിക്ക് പറയുന്നത് ശരിക്കും കിട്ടുന്നില്ല. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. പിന്നെ ആൻറ്റി ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, പില്ലോ നമ്പർ 795 ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടായിരിക്കുന്നതെന്ന്. അത് നല്ല കാര്യമല്ലേ. അപ്പോൾ പില്ലോ നമ്പർ 795 സൈഡിലുള്ള റോഡ്, ചെറുപറമ്പത്ത് റോഡ്, അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ 2ാമത്തെ ഗേറ്റ് ആണ് മാഗ്നസ്കേപ്സ് ഉള്ളത്. ഫ്രണ്ട് വശത്ത് ഒരു വണ്ടിക്കുള്ള പാർക്കിങ്ങും നമുക്ക് വഴിയിൽ നിന്ന് തന്നെ പേ ആൻഡ് പാർക്കെന്ന് കാണാൻ പറ്റും. അവിടെ ഒരു 30 വണ്ടിക്കും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഈ ആൻറ്റി പറഞ്ഞതുപോലെ, ആൻറ്റിയുടെ പേര് പറഞ്ഞാൽ ആൻറ്റിക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കല്ല, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പം ആൻറ്റി പറഞ്ഞതുപോലെ ലൈക്ക് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള പേരാട്ടോ, നമുക്ക് ഇഷ്ടമുള്ളൊരു പേരാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞ പോലെ നമ്മൾ ലൈഫൊക്കെ ചെറുതായിട്ടേക്കുള്ളൂ. അപ്പം നല്ല എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. Thank you.